ഹായ് ഗൈസ്, ബിഗ് ബോസ് മലയാളം സീസൺ 7 90-ാം ദിവസത്തെ വീക്കെൻഡ് എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വന്നാണ്. ഇന്നത്തെ എപ്പിസോഡിൽ കേരള പിറവി ദിവസവുമായി ബന്ധപ്പെട്ട് ലാലേട്ടൻ ഹൗസ് മേറ്റ്സിനോട് കുറെ ജനറൽ നോളജ് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായാലും വൻ കോമഡി ആയിരുന്നു സംഭവം. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി എന്ന് പറയുന്നത് നെടുമുടിയാണെന്ന് തമാശയ്ക്ക് പറയുന്ന ഷാനവാസ് അത് പൊട്ടത്തരാണെന്ന് പോലും നോക്കാതെ ഉത്തരം നെടുമുടി എന്ന് എടുത്തു പറയുന്ന നെവിൻ. മൊത്തത്തിൽ കോമഡി സീനായിരുന്നു അത്. പാവൻ ലാലേട്ടൻ, എന്തിന് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇവരോട് തന്നെ ചോദിച്ചു പോയി എന്ന് പോലും ചിന്തിച്ചിട്ടുണ്ടാവും. എന്തായാലും അതിന്റെ അവസാനം ലാലേട്ടൻ കേരളത്തിലെ ജനങ്ങളോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ പ്രിയ കേരളമേ ഇവരോട് പൊറുക്കണമേ എന്ന് നമ്മൾ പ്രേക്ഷകരോട് ലാലേട്ടൻ പറയേണ്ട അവസ്ഥയുണ്ടായി. അതിനുശേഷം ലാലേട്ടൻ ആ ഒരു സെഗ്മെന്റ് അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇത്രയും മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും വിളിച്ചു പറയുന്ന ഒരു സീസൺ ഇത് ആദ്യമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അനുമോളോട് ലാലേട്ടൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആരാന്നുള്ളത്. അതിന് ഉത്തരമായിട്ട് അനുമോൾ പറയുന്നത് ശൈലജ മാം ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് താടിയുള്ള ഒരാളാണെന്ന്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ വിചാരിച്ചിട്ടുണ്ടാവും ഇനി ഇവരോട് ചോദിച്ചിട്ട് ഒരു കാര്യവും ഇല്ല എന്നുള്ളത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയും ബാക്കി ഉണ്ടായിട്ടും ലാലേട്ടൻ അവിടെ കൊണ്ട് അത് നിർത്തുക ചെയ്തത്. ഈ ഒരു മൊത്തം എപ്പിസോഡ് എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നെവിൻ്റെ പെർഫോമൻസ് നല്ലൊരു എന്റർടൈനിങ് ആയിരുന്നു. നിങ്ങൾക്കും ഇതേ അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം നെവിന് ബിഗ് ബാങ് വീക്കിൽ ഗെയിം കളിക്കാൻ സാധിക്കാത്തത് കൊണ്ടിട്ട് ഒക്കെയുള്ള കണ്ടസ്റ്റൻസിനൊക്കെ ആണെങ്കിലും ഗെയിം കളിച്ചിട്ടാണെങ്കിലും ക്യാഷൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. നെവിന് മാത്രം അത് കളിക്കാനും പറ്റിയില്ല, അതോടൊപ്പം തന്നെ ക്യാഷും കിട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്. എന്നിരുന്നാലും ലാലേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു നെവിൻ ഇതിൽ ഏതെങ്കിലും ഗെയിം കളിക്കാൻ താല്പര്യം ഉണ്ടോന്ന്. അപ്പം നെവിൻ മൊത്തത്തിൽ ഒരു 3 ഗെയിമിന്റെ കാര്യം പറഞ്ഞു. 3 തരാൻ പറ്റത്തില്ല, ഏതെങ്കിലും ഒരെണ്ണം അതിനകത്ത് ഇഷ്ടമുള്ളത് സെലക്ട് ആക്കാൻ ലാലേട്ടൻ പറഞ്ഞപ്പോൾ ആദില, അനു, അക്ബർ എന്നിവർ ചെയ്ത കാറിന്റെ ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, ആ സെയിം ടാസ്ക് ചെയ്താൽ മതി ലാലേട്ട എന്ന് പറഞ്ഞപ്പം നാളെ എന്തായാലും അത് ചെയ്യിപ്പിക്കാം എന്നുള്ളത് പറയുന്നുണ്ടായിരുന്നു ലാലേട്ടൻ. ബോസിലുള്ളവരോട് നെവിൻ ആ ഒരു ടാസ്ക് കൊടുക്കുന്നതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും തന്നെ പറയുന്നുണ്ടായിരുന്നു നല്ലൊരു കാര്യമാണ് ലാലേട്ട, ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായി. ലാലേട്ടൻ ആ കാര്യം പറഞ്ഞപ്പോൾ എനിക്കും ഒരു സന്തോഷം തോന്നി. കാരണം വേറൊന്നും കൊണ്ടുമല്ല, കഴിഞ്ഞ ബിഗ് ബാങ് വീക്കിലെ ടാസ്കുകളിലൂടെ കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും തന്നെ നല്ല രീതിയിൽ ക്യാഷ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സമയം നെവിൻ മാറി നടക്കുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഒരു സഹതാപമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ലാലേട്ടൻ നെവിൻ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് കണ്ടപ്പോൾ ഒരു സന്തോഷം. ലാലേട്ടനെടുത്ത ഈ ഒരു തീരുമാനത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പം മറ്റൊരു ബിഗ് ബോസ് അപ്ഡേറ്റ്സ് വീഡിയോയുമായി വീണ്ടും കാണാം.